ഹേമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 17 ബൈബിൾ ക്വിസ്. പിതാവേ, എന്റെ നാഴിക വന്നിരിക്കുന്നുവെന്ന് യേശു എങ്ങോട്ട് നോക്കിയാണ് പറഞ്ഞത്? സ്വർഗത്തേക്ക് നോക്കി. യോഹന്നാൻ അധ്യായം 17 പ്രാധാന്യം എന്താണ്? യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന. യേശു തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവ് തന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ്? പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. പിതാവ് പുത്രന് സകല ജഡത്തിന്മേലും എന്ത് അധികാരം നൽകി? പിതാവ് പുത്രന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. യേശുവിന്റെ വാക്കുകൾ അനുസരിച്ച് നിത്യജീവൻ എന്നാൽ എന്താണ്? ഏക സത്യദൈവമായ പിതാവിനെയും പിതാവ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. യേശു തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ താൻ ഭൂമിയിൽ ചെയ്ത ഏത് പ്രവൃത്തിയാണ് തികച്ചിരിക്കുന്നതായി പിതാവിനോട് പറയുന്നത്? പിതാവ് തനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി. യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഏതു മഹത്വത്തിൽ തന്നെ പിതാവിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്നാണ് ആവശ്യപ്പെടുന്നത്? ലോകം ഉണ്ടാകും മുമ്പേ തനിക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ. യേശു പിതാവിന്റെ നാമം വെളിപ്പെടുത്തിയത് ആർക്കാണ്? പിതാവ് ലോകത്തിൽ നിന്ന് തനിക്ക് നൽകിയിട്ടുള്ള മനുഷ്യർക്ക്. പിതാവ് യേശുവിന് തന്നിട്ടുള്ളവരുടെ സവിശേഷത എന്തായിരുന്നു? അവർ പിതാവിന്റെ വചനം പ്രമാണിച്ചവർ. പിതാവ് തനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് താൻ എന്തു കൊടുത്തു എന്നാണ് യേശു പിതാവിനോട് പറയുന്നത്? പിതാവ് തനിക്ക് നൽകിയ വചനം. പിതാവ് തനിക്ക് തന്നിട്ടുള്ള വചനം യേശു മനുഷ്യർക്ക് കൊടുത്തപ്പോൾ അവർ എന്ത് അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു? താൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും പിതാവ് തന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. യേശു ആർക്കു വേണ്ടിയല്ല ദൈവത്തോട് അപേക്ഷിക്കുന്നത്? ലോകത്തിനു വേണ്ടി അല്ല. യേശു ആരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു? പിതാവ് തനിക്ക് തന്നിട്ടുള്ളവരിൽ. യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കായി എന്ത് സംരക്ഷണമാണ് പരിശുദ്ധ പിതാവിനോട് ആവശ്യപ്പെടുന്നത്? നീ എനിക്ക് തന്നിട്ടുള്ളവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഞാൻ അവരോടുകൂടി ഇരുന്നപ്പോൾ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു എന്ന് യേശു ആരെക്കുറിച്ചാണ് പറയുന്നത്? ശിഷ്യന്മാരെക്കുറിച്ച്. തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല എന്ന് യേശു ആരെക്കുറിച്ചാണ് പറയുന്നത്? യൂദായെ കുറിച്ച്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്കു വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ലോകം അവരെ പകയ്ക്കുന്നതിന്റെ കാരണം എന്താണെന്നാണ് പറഞ്ഞത്?
താൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട്. ശിഷ്യന്മാരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, പകരം എന്തിൽ നിന്നാണ് അവരെ കാത്തുകൊള്ളണമെന്ന് യേശു പ്രാർത്ഥിച്ചത്? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതവണ്ണം അവരെ കാത്തുകൊള്ളണം എന്ന്. എന്തിനാൽ ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കണമെന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത്? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം എന്ന്. പിതാവേ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ എങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നു എന്നാണ് യേശു പ്രാർത്ഥനയിൽ പറയുന്നത്. ലോകത്തിലേക്ക്. ശിഷ്യന്മാർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് യേശു അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ആർക്കു വേണ്ടിയും അപേക്ഷിക്കുന്നു. ശിഷ്യന്മാരുടെ വചനത്താൽ അവനിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് കൂടിയും. ശിഷ്യന്മാരുടെ വചനത്താൽ യേശുവിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി യേശു പിതാവിനോട് എന്താണ് പ്രാർത്ഥിച്ചത്? അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. ശിഷ്യന്മാരുടെ വചനത്താൽ യേശുവിൽ വിശ്വസിപ്പാനിരിക്കുന്നവർ ഒന്നാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പിതാവാണ് യേശുവിനെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിലാകേണ്ടതിന് യേശു അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? പിതാവ് തനിക്ക് തന്നിട്ടുള്ള മഹത്വം. യേശുക്രിസ്തു തന്റെ പ്രാർത്ഥനയിൽ ആരെ പോലെയാണ് തന്റെ ശിഷ്യന്മാരും ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ. യേശു തന്റെ പ്രാർത്ഥനയിൽ എന്ത് ലോകം അറിയുവാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു? പിതാവ് യേശുവിനെ അയച്ചുവെന്നും തന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ. യേശു അവരിലും, അതായത് ശിഷ്യന്മാരിലും പിതാവ് യേശുവിലുമായി എന്ത് തികഞ്ഞവരായിരിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്? യേശു അവരിലും, അതായത് ശിഷ്യന്മാരിലും പിതാവ് യേശുവിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കാൻ. പിതാവ് എന്നു മുതലാണ് യേശുവിനെ സ്നേഹിച്ചത്? ലോകസ്ഥാപനത്തിനു മുൻപ്. പിതാവ് തനിക്ക് നൽകിയിട്ടുള്ളവർ എന്ത് കാണേണ്ടതിന് യേശു പിതാവിനോട് ആവശ്യപ്പെട്ടു? തനിക്ക് നൽകിയ മഹത്വം. തനിക്ക് തന്ന മഹത്വം അവർ കാണേണ്ടതിന് യേശു എന്ത് ഇച്ഛിക്കുന്നു? താൻ ഇരിക്കുന്നയിടത്ത് അവരും തന്നോടുകൂടെ ഇരിക്കണം എന്ന് ഇച്ഛിക്കുന്നു. യേശു തന്റെ പിതാവിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? നീതിയുള്ള പിതാവ്. പിതാവ് തന്നെ അയച്ചിരിക്കുന്നു എന്ന് ആരറിഞ്ഞിരിക്കുന്നു? ശിഷ്യന്മാർ അറിഞ്ഞിരിക്കുന്നു.
ദൈവത്തിന്റെ നാമം യേശു ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയത് എന്തിനാണ്? പിതാവ് തന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും യേശു അവരിൽ ആകുവാനും. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.